നിമിഷം ശ്രീ കെ അനിൽകുമാർ CPM നേതാവ് ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അനിൽകുമാർ, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് വഴി NEP ദേശീയ വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കേണ്ടി വരില്ലേ? ഇതിനെ എതിർത്തതല്ലേ ഒരു ഘട്ടത്തിൽ കേരളം? ഒരിക്കലുമില്ല. ഒന്നാമത്തെ PMC എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ മാത്രം നടപ്പാക്കേണ്ടതാണ്. അത് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ താല്പര്യമുള്ള കുട്ടികൾ മാത്രം അവിടെ പോയാൽ മതി. അവിടെ പിള്ളേരെ കൊണ്ട് കൊടുക്കുന്ന ഉത്തരവാദിത്വമൊന്നും കേരള സർക്കാർ ആരോടും ഏറ്റെടുത്തിട്ടില്ല. കേരള സർക്കാരിന്റെ വിദ്യാലയങ്ങൾ ഏറ്റവും മാതൃകാപരമായി കേരളത്തിൽ നടക്കും. അതിനാവശ്യമായ ഫണ്ട് കൂടി തടയുക എന്നുള്ളതാണ് കേന്ദ്രം സ്വീകരിച്ച നയം. അവരോട് എന്ത് ചെയ്യാൻ ബാധ്യപ്പെട്ട സർക്കാർ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ പുതിയ കെണിയിൽ നിന്നും കേരളത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഒരു അടവുപരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് നമ്മൾ തിരിച്ച് ലഭ്യമാക്കി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിച്ചിരിക്കുകയാണ്. അനിൽകുമാർ, ശരി. അത് പക്ഷേ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, NEP-യുടെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി നടപ്പാക്കണമെന്നല്ലേ ധാരണാപത്രത്തിലെ ആദ്യ വ്യവസ്ഥ തന്നെ? ആ വ്യവസ്ഥ നടപ്പാക്കാതെ എങ്ങനെ ഫണ്ട് വരുമെന്നാണ്? തെറ്റാണ്. NEP നടപ്പാക്കേണ്ടത് ആ ഷോക്കേസ് എന്ന് പറഞ്ഞ ആ വിദ്യാലയങ്ങൾ മാത്രമാണ്. മാത്രമാണ് ഷോക്കേസ് എന്നതിലേക്ക് നടപ്പാക്കണമെന്നാണ്. ശ്രീ അനിൽകുമാറിന്റെ ടെലിഫോൺ ലൈനിൽ വ്യക്തത വരുന്നില്ല. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഇത് തന്നെയാണ് പ്രശ്നം. ഈ NEP-യെ എതിർത്ത് 2021 എതിർപ്പ് അറിയിച്ചതാണ് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അതിനു മുന്നിൽ വഴങ്ങിക്കൊടുക്കുന്ന സാഹചര്യമില്ല. NEP അത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ പിന്തുടർന്നല്ലേ മതിയാകൂ. ഇപ്പോൾ അനിൽകുമാർ സൂചിപ്പിച്ച പോലെ അനിൽകുമാർ മടങ്ങിയെത്തിയിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ, താങ്കൾ പറഞ്ഞത് അതിലൊരു വ്യക്തത, ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു വോയിസിൽ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു തെരഞ്ഞെടുത്ത സ്കൂളുകളിലാണ് കുട്ടികളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യമില്ല എന്നൊക്കെ. പക്ഷേ ഈ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ ആ പാഠ്യപദ്ധതി നടപ്പാക്കാതെ എങ്ങനെയാണ് ഫണ്ട് വരിക? എങ്ങനെ കുട്ടികളില്ലാതെ അത് ഈ പറയുന്ന ഫണ്ടിന് വേണ്ടിയാണ്, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വാദം ഉന്നയിക്കുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? നിൽക്കുന്നത് ആ ഫണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടെന്ന് പറയുന്നത് നാമമാത്രമാണ്. 90 കോടി രൂപയാണ് ഒരു കൊല്ലം അതിന് ഫണ്ട്. ആ ഫണ്ട് കേരളത്തിന് ആവശ്യമില്ല. പക്ഷെ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട മറ്റു വിദ്യാലയങ്ങളിൽ ചെലവഴിക്കേണ്ട ഫണ്ടുണ്ട്. ആ ഫണ്ട് കൂടി തടഞ്ഞു വെച്ചു. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു കെണിയാണ്. ആ കെണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ കേരളം തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. ഇപ്പൊ ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. 6 മാസക്കാലം കൂടെ കേരള സർക്കാരിനുണ്ട്. ഈ കാലാവധി ഉപയോഗിച്ച് ഈ ഫലപ്രദമായി ഇപ്പോഴത്തെ പദ്ധതി പൂർത്തിയാക്കുകയും ഇവിടുത്തെ വിദ്യാലയങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ അടുത്ത ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് കേന്ദ്രത്തിനെതിരായി ഇപ്പൊ സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന കേസുണ്ട്, ഭരണഘടനാ ബെഞ്ച്. ആ ബെഞ്ചിൽ കൊടുത്ത കേസിനകത്ത് ഈ വിഷയം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായി ഇത് കൈകാര്യം ചെയ്യാനാകുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ ഞങ്ങൾ നൽകിയ കേസ് അത് കൈകാര്യം ചെയ്യുന്നതിനുണ്ടായ പ്രശ്നമാണ് ഇത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാക്കിയത്. അപ്പോൾ സുപ്രീം കോടതി ആ കേസ് ഏറ്റവും വേഗം കൈകാര്യം ചെയ്യുന്നതോടെ ഇടതുപക്ഷ ലോകത്തിനുള്ള സർക്കാരിന് ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാനാകും എന്നാണ് CPM കാണുന്നത്. അല്ല ശ്രീ അനിൽകുമാർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ആ ഫണ്ട് ആവശ്യമില്ല. പക്ഷേ ഈ പറയുന്ന 1400 കോടി രൂപ അത് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി വരുന്നതല്ലേ? അല്ലല്ല, അവിടെയാണ് നിങ്ങൾക്കും പറ്റിയത്. SSAക്ക് വേണ്ടി എല്ലാ വർഷവും 1500 കോടി രൂപ നമുക്ക് ഫണ്ട് കിട്ടേണ്ടതാണ്. അത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി സ്വാഭാവികമായും കിട്ടിക്കൊണ്ടിരുന്നതാണ്. PM ശ്രീക്ക് വേണ്ടി 80-90 കോടി രൂപ ഒരു വർഷം കിട്ടാൻ പോകുന്നുള്ളൂ. PMC നടപ്പാക്കാത്തത് കൊണ്ട് മറ്റേ ഫണ്ട് കൂടി തടഞ്ഞു. അപ്പൊ മറ്റേ ഫണ്ട് കൂടി തടഞ്ഞ പുതിയൊരു തന്ത്രം കേന്ദ്രം സ്വീകരിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ തിരിച്ച് ഒരു ചെക്ക് അങ്ങോട്ട് വെച്ചു. ഞങ്ങൾ തൽക്കാലം ഒപ്പിട്ടിട്ട് അത് പണം വാങ്ങിയെടുക്കുകയാണ്. എന്നൊരു PMC സ്കൂൾ ബോർഡും വെച്ച് അവിടെ ഇരിക്കും. ഇരിക്കുന്ന സ്കൂളിൽ പിള്ളേരെ കൊണ്ടിരുന്ന ഉത്തരവാദിത്വം കേന്ദ്രം നടപ്പാക്കുമോ? നമുക്ക് കാണാം. കേരളത്തിലായി ചെയ്യേണ്ടത് ഇതൊക്കെ നടപ്പാക്കാനുള്ള തന്റെ ഇടമൊക്കെ കേരളത്തിലെ LDF സർക്കാരിനുണ്ട്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പിന്നെ എന്തുകൊണ്ടാണ് ശ്രീ അനിൽകുമാർ അങ്ങനെയാണെങ്കിൽ CPI ഇതിൽ കൺവിൻസ്ഡ് ആവാത്തത്? അതെ, എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്ന അടവുകളും തന്ത്രങ്ങളും ഒക്കെ എപ്പോഴും നമ്മൾ പൊതുസമൂഹത്തിന് ഉന്നയിക്കുകയല്ലോ ചെയ്യുക. മുന്നണിയിലല്ലേ ചർച്ച ചെയ്യില്ലേ സ്വാഭാവികമായി? പ്രത്യേകിച്ച് ഇത്ര ഒരു എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ആ ചർച്ച പോലും നടന്നില്ല. അതല്ലേ അവിടെ CPI ചൊടിപ്പിക്കുന്നത്? ചർച്ചയില്ലായിരുന്നു എന്ന് RJD വ്യക്തമാക്കുന്നുണ്ട്. അതെ, ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഭരണ നടപടികളുടെ ഓരോ കാര്യങ്ങളും മുന്നണി ചർച്ച ചെയ്യാറില്ല. നയപരമായ കാര്യങ്ങളെ ചർച്ച ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ആയുഷ്മാൻ പദ്ധതി, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇവിടുത്തെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി,
ഈ പദ്ധതികളൊക്കെ മുന്നണി ചർച്ചകളാണ് നടപ്പാക്കിയത്. വേണ്ട. പക്ഷേ അതിനുമപ്പുറത്തേക്ക് CPI മന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിസഭയിൽ ആശങ്ക അറിയിച്ച വിഷയമല്ലേ? അത്തരം ആശങ്ക ഉണ്ട് എന്ന് വ്യക്തമായ വിഷയത്തിൽ അത് CPIയോട് പറയുക പോലും ചെയ്യാതെ ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അതിലൊരു നീതികേടില്ലേ? മുന്നണി മര്യാദ ലംഘനമല്ലേ? അല്ല, ഇപ്പൊ ഭരണപരമായൊരു തീരുമാനം മാത്രമേ ഇപ്പം ആ വകുപ്പ് എടുത്തിട്ടുള്ളൂ. ആ വകുപ്പ് ഭരണപരമായ തീരുമാനമെടുത്തു. വിഷയം മുന്നണി ചർച്ച ചെയ്യുന്നുണ്ട്, CPIയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൂട്ടായ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ എത്തും. അല്ല ശ്രീ ഒപ്പിട്ട ശേഷമാണോ ചർച്ച? എല്ലാം കഴിഞ്ഞിട്ടാണോ ഇനി ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, PM ശ്രീ പദ്ധതിയിൽ 80 കോടി രൂപ കിട്ടും. ആ കാശ് വേണോ വേണ്ടയോ? ആ പദ്ധതിക്ക് നടപ്പാക്കാതെ മറ്റേ ഫണ്ട് കൂടി തരികയില്ല എന്ന് തീരുമാനമെടുത്തു. അപ്പം മറ്റേ ഫണ്ട് തൽക്കാലം വാങ്ങിച്ചെടുത്ത ശേഷം ആ സുപ്രീം കോടതിയിലെ കേസിനകത്ത് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകും എന്നാണ് ഞങ്ങൾ കാണുന്നത്. അത് ഞങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യും. മാത്രമല്ല, അത്തരം വിദ്യാലയങ്ങളിൽ കേരളത്തിന്റെ സാഹചര്യത്തിൽ കുട്ടികൾ പോകുമോ എന്ന കാര്യം നമുക്ക് കാണാം. ബീഹാർ മോഡലിലും അല്ല, കുട്ടികളില്ലാതെ ഇത്തരത്തിൽ ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാൻ കഴിയും? പദ്ധതി നടപ്പാക്കാമെന്നാണല്ലോ ഒപ്പിട്ട് കൊടുത്തത്. അല്ല, പദ്ധതിയോടെ കുട്ടികളുടെ നടപ്പാക്കിയ പേര് കുട്ടികളിലേക്ക് പിന്നെ പഠിപ്പിക്കാൻ ആളെ കാണുമോ? കുട്ടികളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലെ പദ്ധതി നടപ്പാവില്ല, വ്യവസ്ഥ പാലിക്കാനും പറ്റില്ല. ആ കാശ് നമുക്ക് ആവശ്യമില്ലെന്നേ, ആ കാശ് കേരളത്തിന് വേണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പദ്ധതി നടപ്പാക്കാത്ത രീതിയിൽ ഈ വ്യവസ്ഥ തന്നെ ഇല്ലാതായി പോവുകയല്ലേ, റദ്ദായി പോവുകയല്ലേ? അവിടെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് മറ്റു വിദ്യാലയങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ടാണ് 1500 കോടി. ആ 1500 കോടി കൂടി നിയമവിരുദ്ധമായി പിടിച്ചു വെച്ചു. ആ കാര്യത്തിന് ഉത്തരം പറയിപ്പിക്കേണ്ട കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നേ ഉള്ളൂ. ആ കേസ് തീരുമാനം വരുമ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ അപ്പോഴും CPIയുടെ ആരോപണത്തിനുള്ള മറുപടി ആയില്ല ശ്രീ അനിൽകുമാർ. മറുപടി ഉണ്ടാവില്ല. LDFന്റെ ചർച്ചയിൽ LDF അക്കാര്യത്തിൽ ചർച്ചയിൽ തീരുമാനമെടുക്കും. CPI കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് താങ്കളുടെ വിശ്വാസം? അല്ല, കടുത്ത തീരുമാനം എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മോദിക്കെതിരായ കടുത്ത തീരുമാനത്തിലേക്കാണ് CPIയും ഒരുമിച്ച് പോകുന്നത്. ആ യുദ്ധം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ യുദ്ധം നടത്തുന്ന കാര്യം ഞങ്ങൾക്ക് ഒരു തർക്കമില്ല. ഇതാണ് ഞങ്ങളുടെ ചാർജ്. ശരി, ഈ കരാർ ഒപ്പിട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നേരത്തെ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ടല്ലോ, മറ്റേ നമ്മുടെ പ്രഭാത് പട്നായിക്കിന്റെ സമിതി രൂപീകരിച്ച ആ റിപ്പോർട്ടിലെ വിയോജിപ്പുകൾ അറിയിച്ചിരുന്നു. മാത്രമല്ല LDFന്റെ വലിയ പ്രചാരണമായിരുന്നു ഈ NEPക്കെതിരെ. ആ പ്രചാരണവും ആ നിലപാടും ഒക്കെ പൊളിഞ്ഞില്ലേ? ഒരിക്കലില്ല. NEP നടപ്പാക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾ NEP നടപ്പാക്കണമെന്നാണ് കേന്ദ്രം പറയണത്. അത് പറയണമെങ്കിൽ NEP നടപ്പാക്കാത്ത വിദ്യാലയങ്ങളുടെ ഫണ്ട് തടഞ്ഞു വെച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? തൽക്കാലം ഒറ്റയ്ക്ക് ഒരേ ഒരു സ്കൂളിൽ നടപ്പാക്കേണ്ടി വന്നാൽ അതും നടപ്പാക്കൽ തന്നെയല്ലേ? ഒരേ ഒരു സ്കൂളിലെങ്കിലും NEP നടപ്പാക്കുകയാണെങ്കിൽ അവിടെ പൊളിഞ്ഞില്ലേ സർക്കാരിന്റെയും മുന്നണിയുടെയും ആ പ്രതിരോധം? അതല്ലേ സുപ്രീം കോടതിയിലെ കേസ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് കാണാവുന്നേ, നമുക്കിത് കൈകാര്യം ചെയ്യണം. ഇന്നിപ്പം നാളെ സൂചിപ്പിക്കുമല്ലോ, നമുക്കിത് കാണാം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ടൊരു തന്ത്രം പ്രയോഗിച്ചപ്പോൾ മറുതന്ത്രം പ്രയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് ചുമതലയുണ്ട്. രാഷ്ട്രീയമായി തന്നെ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖല വരുന്നത് ഈ PM ശ്രീ മാത്രമാണ്. നമ്മുടെ സർവകലാശാലകളിൽ ഈ കാവ്യവൽക്കരണത്തിനെതിരെ കേരളം യുദ്ധം ചെയ്തതുപോലെ ഇന്ത്യയിൽ ആരെങ്കിലും യുദ്ധം ചെയ്തിട്ടുണ്ടോ? അല്ല, അത് വലിയ തോതിൽ ചർച്ചയായതാണ്, ശ്രദ്ധേയമായതാണ് കേരളത്തിന്റെ നിലപാട്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്നാണ് പിന്തിരിഞ്ഞു പോകുന്നത്. അവിടെയാണ് തെറ്റുപറ്റിയത്. കാവ്യവൽക്കരണത്തിന് വേണ്ടി സർവകലാശാലയിൽ നടക്കുന്ന നീക്കത്തിനെതിരായ യുദ്ധം തുടരുകയാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അതെവിടെ ചെന്നിരിക്കുന്നു? നമ്മുടെ ഗവർണർമാർ നിയമത്തിൽ ഉൾപ്പെടാത്ത വിഷയം വരെ എത്തിയിരിക്കുന്നു. ഇപ്പൊ സുപ്രീം കോടതി വരെ പോയിട്ട് നമ്മൾ ജയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വർത്തമാനം പറയാൻ അവകാശമുണ്ട്. DCമാരുടെ കാര്യത്തിൽ നമ്മളൊരു പൊസിഷൻ ജയിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് പേരുകൾ കൊടുത്തിരിക്കുകയാണ്. ശ്രീ അനിൽകുമാർ, ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ KE